ചെരിഞ്ഞ കൊമ്പന്റെ തലച്ചോറിന് അണുബാധ ഏറ്റിരുന്നു എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചു. മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയില്ല. ആനയുടെ മരണകാരണം ഹൃദയാഘാതം തന്നെ എന്നുമാണ് നിഗമനം. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ആനയ്ക്ക് തലച്ചോറിലേക്ക് അണുബാധ ഏറ്റിട്ടില്ല എന്നായിരുന്നല്ലോ തുടക്കത്തിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും വ്യക്തമാക്കിയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ ശ്യാം? മോദി, അതായത് ഈ ജനുവരി ആദ്യമാണ് ഈ അതിരപ്പള്ളിയിൽ ഈ മസ്തകത്തിന് ചെറിയൊരു മുറിവേറ്റ് ഈ കൊമ്പനെ കാണുന്നത്. തുടർന്ന് അത് വലിയ രീതിയിൽ പരാതികൾ ഉയർന്നതോടുകൂടിയാണ് വനം വകുപ്പ് ഈ കൊമ്പന് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയും ഏകദേശം ജനുവരി 24-ാം തീയതിയോടുകൂടി ഈ കൊമ്പന് ആദ്യഘട്ട ചികിത്സ, അതായത് സ്റ്റാൻഡ് ബൈ ചികിത്സ എന്ന രീതിയിൽ മരുന്ന് നൽകിയ ശേഷം കൊമ്പനെ മയക്കോടി വെച്ച് മരുന്ന് നൽകി തിരികെ കാട്ടിലേക്ക് തന്നെ വിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ആ മുറിവ് വലുതാകുകയും അതിൽ പുഴുവരിച്ച നിലയിൽ കാണുകയുമായിരുന്നു. തുടർന്നാണ് ഇതിനെ വീണ്ടും ഒരു ക്യാപ്ചർ ചെയ്ത് ചികിത്സ തുടർ ചികിത്സയായ രീതിയിൽ നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതിന് ഒരല്പം കാലതാമസം എടുത്തു. 2 ആഴ്ചയിലധികം നീണ്ടു നിന്നു. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഫെബ്രുവരി 19-നാണ് ഈ ആനയെ പിന്നീട് ക്യാപ്ചർ ചെയ്ത് ചികിത്സ നൽകാൻ തുടങ്ങുന്നത്. ആ സമയത്തേക്കും ഈ മുറിവിൻ്റെ ആഴം വർദ്ധിച്ചു. ഏകദേശം 1.5 അടിയോളം ആഴം ഈ ആനയുടെ മസ്തകത്തിലെ മുറിവിനുണ്ടായി. അതുകൂടാതെ തന്നെ ഈ മുറിവിൻ്റെ വ്യാസം 65 സെൻറ്റിമീറ്ററായി, വീതി ഏകദേശം അങ്ങനെ 15 സെൻറ്റിമീറ്ററായിട്ടും ഉയർന്നു. ഈ മുറിവ് താഴെ തുമ്പിക്കൈയിലേക്കും മറ്റുമൊക്കെ ബാധിച്ചു. പിന്നീട് ഇത് ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, ഈ ശ്വാസം പുറത്തു പോകുന്നത് മുറിവിലൂടെയായി. അങ്ങനെ വലിയ തരത്തിൽ അണുബാധയും മറ്റുമൊക്കെ ഉണ്ടായി. കൂടാതെ ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള 2 തവണ ഏറ്റ ഒരു മൃഗം കൂടിയാണ്. അതിൻ്റേതായ അവശതകളും ബുദ്ധിമുട്ടുകളും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊണ്ടുവന്ന് തൊട്ടടുത്ത ദിവസം കഴിച്ചത് ചെറുവാഴകളും പുല്ലുമൊക്കെയാണ്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പൾമണറി ഹെമറേജ് എന്നതാണ്, പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. കാരണം അവശനായിരുന്നു കൊമ്പൻ. ഇതിൽ പ്രധാനമായിട്ടും വനംവകുപ്പ് നേരിടുന്നൊരു പരാതി എന്ന് പറയുന്നത്, ഒരുപക്ഷെ നേരത്തെ ഈ കൊമ്പനെ പിടികൂടിയിരുന്നുവെങ്കിൽ ഈ മുറിവ് ഇത്രയേറെ ആഴത്തിലേക്ക് പോകില്ല എന്നൊരു കാര്യമൊക്കെ ഈ മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമം വനംവകുപ്പ് ജീവനക്കാർ നടത്തിയെങ്കിലും പക്ഷേ അത് വിഫലമാകുകയാണ് ഉണ്ടായത്. ഇന്നലെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലെ പ്രാഥമിക വിവരം ലഭ്യമാകുന്നത് ഈ ആനയ്ക്ക് ഹൃദയാഘാതം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഹൃദയാഘാതം ഉണ്ടായത് ഈ അവശതയും മറ്റുമൊക്കെ ഉള്ളതിനാൽ തന്നെ ഈ മരുന്നിനോട് പ്രതികരിച്ചു എങ്കിൽ പോലും ആന വളരെ വലിയ ക്ഷീണിതനായിരുന്നു. കൂട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ആ ഒരു പരാക്രമമൊക്കെ കാണിച്ചെങ്കിലും പക്ഷേ മുറിവ് 1.5 അടിയോളം ആഴത്തിലുള്ളത് അത് ഈ ജീവൻ രക്ഷിക്കാൻ സാധ്യമായില്ല എന്നത് തന്നെയാണ് ഡോക്ടർമാർ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. മോത്തി.